ഉൽഹിയ ബലികർമ്മം നിർവഹിക്കുമ്പോൾ സമ്പാദിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾ, ഭാര്യ, മക്കളൊക്കെ ഉണ്ടെന്ന് കരുതാം. ഇവരെ ഒരു യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുക. ഇദ്ദേഹത്തോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ഒരു ഉൽഹിയ നിർവഹിക്കാനാണ്. ഒന്നുകിൽ ഒരു മൃഗം അല്ലെങ്കിൽ ഒരു ഓഹരി. അതിന്റെ പ്രതിഫലത്തിൽ കുടുംബത്തെ പങ്കാളികളാക്കാം. അതല്ലാതെ ഫിത്ർ സക്കാത്തൊക്കെ കൊടുക്കുന്നത് പോലെ ഓരോരുത്തരുടെ പേരിൽ ഓരോ ഓഹരി കൊടുക്കേണ്ടതില്ല. അപ്പൊ നിങ്ങൾ അധികം കൊടുക്കാൻ ആഗ്രഹിക്കുന്നതിൽ അത് വേറെ കാര്യം. ദീനിൽ ഉൽഹിയായിട്ട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് സമ്പാദിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു ഉൽഹിയ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു വീട്ടിൽ ഉപ്പയും മക്കളൊക്കെ ഒന്നിച്ചാ താമസിക്കുന്ന കരുതാം, കൂട്ടുകുടുംബമായിട്ടാണ് താമസിക്കുന്നത് കരുതാം. ഒറ്റ ആളെ സമ്പാദിക്കുന്നുള്ളൂ, അദ്ദേഹത്തിന്റെ ചെലവിലാണ് എല്ലാവരും കഴിയുന്നതെങ്കിൽ അതിനെ ഒരു യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുക. ഇനിയല്ല, പലരും സമ്പാദിക്കുന്നുണ്ട്, അവരെയൊക്കെ ആശ്രയിച്ചുകൊണ്ട് 2, 3 പേര് അല്ലെങ്കിൽ 4 പേരൊക്കെ ഉണ്ട്. അവരെല്ലാം ചേർന്നൊരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞത് ആരാണോ സമ്പാദിക്കുന്നത് അവരവരുടെ ഒരു ഉൽഹിയാണ് നിർവഹിക്കേണ്ടത്. ഒരു സംഘം ഒരു സദസ്സിലേക്ക് കയറി വരികയാണെന്ന് കരുതാം. അതിൽ ഒരാൾ സലാം പറഞ്ഞാൽ തന്നെ